RSS അരങ്ങത്തിറങ്ങിയത് ആർക്കു വേണ്ടിയെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ വി വി രാജേഷ്, കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിൻ്റെ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നുവെന്ന് എന്തൊക്കെ സാഹചര്യങ്ങളുടെ മൂർത്തമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS ദേശീയ നേതൃത്വം ഇത് കാണുന്നത്? RSSൻ്റെ നേതൃത്വം, അത് പ്രാദേശിക നേതൃത്വമായാലും ദേശീയ നേതൃത്വമായാലും ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സംഘടനയാണ് 1925 മുതൽ. അത് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ചില വീഴ്ചകൾ ഉൾപ്പെടെ, ഇപ്പോൾ ഡൽഹി പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ RSS അവരുടെ കാഴ്ചപ്പാട് പറഞ്ഞു. ആ സംഘടനയുടെ സ്വഭാവമാണ്. കേരളത്തിൽ വളരെ വിജിലൻ്റായിട്ട്, പ്രത്യേകിച്ച് RSSൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അപ്പോൾ വർഷങ്ങളായുള്ള ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ കേരള ഗവൺമെൻറ് വന്നതിന് ശേഷം ഗവൺമെൻറ് സ്പോൺസേർഡ് ടെററിസമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. 14ാമത്തെ കൊലപാതകം കഴിയുമ്പോൾ അതിൽ 4 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തി. ആ വിലയിരുത്തൽ പൊതുസമൂഹത്തോട് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചു. അതുതന്നെയാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. അതുതന്നെയാണ് ഇന്ന് ഇന്ത്യൻ ജനത ചർച്ച ചെയ്യുന്നത്. പക്ഷേ ശ്രീ വി വി രാജേഷ്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു സംഘടന, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ ഇരുന്ന് പറയുകയാണ് കേരളത്തിലൊരു രാഷ്ട്രപതി ഭരണത്തിൻ്റെ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കാരണം അത്രമാത്രം വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു, അരക്ഷിതാവസ്ഥയിലാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഈ 1925 രൂപപ്പെട്ട RSS എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്? RSS എങ്ങനെ കാണുന്നു എന്നുള്ളതല്ലോ. ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള സംഘടനയ്ക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വില മാത്രമേ RSS ആവശ്യപ്പെട്ടാലും കൊടുക്കൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല, RSS ആവശ്യപ്പെട്ടാൽ ജമാഅത്ത് ഇസ്ലാമി ഏതു തരത്തിലുള്ള വില കൊടുക്കണമെന്ന് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടില്ല. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ RSS ഒരു കാര്യം, RSS എന്ന സംഘടനയുടെ നേതൃത്വം ഒരു വിലയിരുത്തൽ പൊതുസമൂഹത്തോട് പറയുമ്പോൾ ഈ രാജ്യത്തുള്ള ഓരോ സംഘടനയും എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ആ RSSനെ സംബന്ധിച്ചൊരു ഘടകമല്ല. ആ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രവർത്തകരെ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ സംഘടനയുടേതായ വിലയിരുത്തൽ പറയുന്നു. അല്ല, അത് അത്ര അങ്ങ് നിഷ്കളങ്കമായ ഒരു വിലയിരുത്തലായി കാണാൻ കഴിയില്ല. കാരണം കേന്ദ്ര ഭരണത്തിന്റെ റിമോട്ട് കൺട്രോൾ ഈ പറയുന്ന RSSന്റെ കൈവശമാണല്ലോ. അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തു കഴിഞ്ഞാൽ റിമോട്ട് കൺട്രോൾ RSSന്റെ കയ്യിലാണ് എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്? വി വി രാജേഷ്, പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്? ആത്യന്തികമായി അദ്ദേഹം എന്താണെന്നാണ് പറയുന്നത്? സ്വയംസേവകാണ്. അതായത് അപ്പോൾ പ്രധാനമന്ത്രിക്ക് പോലും സ്വന്തം അധികാര സ്വത്വത്തെ RSSൽ നിന്ന് വിഘടിച്ച് കാണാൻ കഴിയുന്നില്ല എങ്കിൽ RSSന്റെ ഇടപെടൽ എന്നത് പ്രധാനമന്ത്രി ശിരസ വഹിക്കേണ്ട ഉത്തരവിന്റെ സ്വഭാവം തന്നെയാണ്. അതെ, RSSനെ വിലയിരുത്തുന്നതിൽ ഞാനൊരു വ്യാഖ്യാനം മുന്നോട്ട് വയ്ക്കാം. അങ്ങയുടെ വ്യാഖ്യാനം വയ്ക്കാം. അല്ല, നാഗ്പൂരിലിരുന്ന് എന്ത് ഒരു കുഴപ്പവുമില്ല. കേരള സമൂഹത്തിന്റെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു അവകാശമാണ്. അതാണ് അങ്ങ് തീർപ്പാക്കി കൊടുക്കുന്നത്. രാഷ്ട്രപതി ഭരണം ഇനി പ്രഖ്യാപിക്കുന്ന സാഹചര്യമായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് എന്ന ആത്മവിമർശനമാണ് RSS. ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ എന്നോട് തർക്കിക്കാനായിരിക്കുന്നതെങ്കിൽ എനിക്ക് സംസാരിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ പ്രവർത്തകർ ഒരു ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുത്ത ആ പ്രവർത്തകരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സംഘടനയുടെ വിലയിരുത്തൽ പൊതുസമൂഹത്തോട് പറയുമ്പോഴേക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ ഗവർണർ ഈ പറയുന്ന രൂപത്തിൽ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ടോ ശ്രീ വി വി രാജേഷ്? ഇവിടെ സംഘടിതമായി സർക്കാർ സ്പോൺസേഡ് ഉന്മൂലന സിദ്ധാന്തം RSSന് മേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കടലാസ് കഷ്ണം രാജ്ഭവനിൽ നിന്ന് പോയിട്ടുണ്ട്. രാജ്ഭവനിൽ സർക്കാർ സ്പോൺസേഡ് ഉന്മൂലന സിദ്ധാന്തം CPM നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് കേരള ഗവർണർ ഒരു കടലാസിൽ എഴുതി അയച്ചിട്ടുണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞതിനോട് ഞാൻ തിരുത്തുന്നു. ഞങ്ങളുടെ ഗവർണർ അല്ല, വേണു ഉൾപ്പെടുന്നവരുടെ ഗവർണർ. ആ ഗവർണർ ഭരണഘടനാനുസൃതമായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച, രാഷ്ട്രപതി നിയമിച്ച ഗവർണർ കേന്ദ്ര ഗവൺമെന്റ് അയച്ച ഓരോ കടലാസുകളുടെയും കോപ്പി ഞങ്ങൾക്ക് ലഭിക്കില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം തർപ്പിച്ചു പറയാം. കേന്ദ്ര സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ രാജേഷ്, ഈ ദത്താത്രേയ പറഞ്ഞാൽ പറ്റില്ല. കേന്ദ്ര സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ കേരള ഗവർണർ പറയണം. അങ്ങനെ ഒരു കടലാസ് എന്തായാലും കേരള ഗവർണർ കേന്ദ്ര സമക്ഷം വെച്ചിട്ടില്ല. പിന്നെ ഗവർണറെ കൊണ്ട് ചെയ്യിക്കാനാണ് ദത്താത്രേയയുടെ ഉപായമെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്, റിമോട്ട് കൺട്രോൾ ആണ് നല്ലത്. അതിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നിടത്തോളം ആ റിമോട്ടുമായി മുഹമ്മദ് റിയാസ് ഇവിടെ RSSന്റെ ദത്താത്രേയ പറയുകയാണ് കേരളം രാഷ്ട്രപതി ഭരണത്തിന് പാകപ്പെട്ട നിലയിലാണ്. കാരണം അത്രമാത്രം ഇവിടെ അവർക്ക് സംഘടനാ സ്വാതന്ത്ര്യമില്ല.
ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ അരുംകൊല നടക്കുകയാണ് എന്ന്. അതിന് അവർ ഏകപക്ഷീയമായ അങ്ങൊരു വിധി പ്രഖ്യാപനം നടത്തുകയല്ല. അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളുണ്ട്. ഗവർണർ സമൻ ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയെ. പാർലമെന്റിൽ 2 ദിവസമായി ഇത് സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നു. BJP MPമാരുടെ പ്രതിനിധി സംഘം ആഭ്യന്തരമന്ത്രിയെ കാണുന്നു. പ്രതിരോധ മന്ത്രിയെ കാണുന്നു. ആഭ്യന്തരമന്ത്രിയെ കാണുന്നു. പ്രതിരോധ മന്ത്രി അടുത്ത ദിവസം കേരളത്തിലേക്ക് വരുന്നു സാഹചര്യങ്ങൾ വിലയിരുത്താൻ. ഇതൊക്കെ മതിയായൊരു പശ്ചാത്തലമല്ലേ ദത്താത്രേയയ്ക്ക് ഇങ്ങനെ ആശങ്ക കൊള്ളാൻ കേരളത്തെ പറ്റി? അല്ല, ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെ എന്തുകൊണ്ട് സംഘപരിവാർ ഭയക്കുന്നു എന്നുള്ളത് 2 കാരണമാണ്. ഒന്ന്, രാജ്യത്തെ ഈ 3 വർഷക്കാലത്തെ സമ്പൂർണ്ണ ഭരണപരാജയം, മോഡി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ഭരണപരാജയം, ചെറു ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റുകൾക്കും ശതകോടീശ്വരന്മാർക്കും വേണ്ടി നടത്തുന്ന ഭരണം. ഇത് BJP അണികളിൽ തന്നെ അതൃപ്തിയുണ്ട്. അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് ഭരണം. ഇതിനൊരു ആൾട്ടർനേറ്റീവാണ് കേരളത്തിലെ ഭരണം, കേരളത്തിലെ ജനക്ഷേമ പ്രവർത്തനം. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ഇന്ത്യ മോബ് ലിഞ്ചിങ്ങിൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മോബ് ലിഞ്ചിങ്, ആളുകളെ പേരും താടിയും തൊപ്പിയും ഐഡൻറ്റിറ്റിയും നോക്കി കൊലപ്പെടുത്തുന്ന രാജ്യമായി മാറുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക്, ദളിതർക്ക്, എല്ലാ വിഭാഗം ആളുകൾക്ക് സ്വസ്ഥവും സുഖകരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം വരുന്നു. അതിന് ശക്തമായ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൈക്കൊള്ളുന്നു. ഈ 2 പ്രശ്നമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണിലെ കരടാവാൻ കാരണം. ഈ ഗവൺമെന്റ് കണ്ണിലെ കരടാവാൻ കാരണമായതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. എനിക്കിതിൽ വലിയ കാര്യമുണ്ട് തോന്നുന്നു. സംസ്ഥാന ഘടകവും ചൂണ്ടിക്കാട്ടപ്പെടുന്ന സാഹചര്യമുണ്ട് റിയാസ്. ഇവിടെ RSS കാര്യവാഹക് അല്ലെ രാജേഷ് കൊല ചെയ്യപ്പെടുന്നു. ആദ്യത്തെ നിങ്ങളുടെ പ്രതികരണമായി പറയുന്നത് അതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ്. അതിന് തൊട്ടു മുൻപ് VV രാജേഷിന്റെ കയ്യിൽ FIR ഉണ്ട്. നിങ്ങളുടെ ആദ്യം ഉണ്ടാകുന്നത് ഈ തിരുവനന്തപുരത്തെ അവരുടെ പാർട്ടി ആസ്ഥാനം ആക്രമിക്കുകയാണ്. ആദ്യം തന്നെ കോടിയേരി പറയുന്നു അത് ഇവർക്കിടയിലുള്ളവർ തന്നെ ചെയ്തതാണ് എന്ന്. പിന്നീട് CCTV ദൃശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കുന്നു. അതിനുശേഷം അതൊരു വലിയ അവകാശവാദമായി പറയുന്നു, ഞങ്ങൾ തള്ളി പറഞ്ഞു, എന്നാൽ മറുഭാഗത്ത് അക്രമം സംഘടിപ്പിച്ചവരെ അവർ തള്ളി പറയുന്നില്ല എന്ന്. അപ്പോൾ ആദ്യം സ്വയം തള്ളി പറയണ്ടേ റിയാസ്? ഞങ്ങൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് പിഴവ് പറ്റി. അപ്പോൾ ഘട്ടം ഘട്ടമായി അതത് സാഹചര്യങ്ങൾക്ക് ആവശ്യമാകുന്ന തരത്തിലുള്ള സമാധാന സന്ദേശങ്ങളെ നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും പുറത്തേക്ക് വരുന്നുള്ളൂ. അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല വീണ്. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയുടെ തുടക്കം തന്നെ പറയട്ടെ. ഈ ചർച്ചയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ആളുകൾ കൊല്ലപ്പെട്ട്, രാഷ്ട്രീയ കാരണം മറ്റു കാരണങ്ങൾ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക്. മനുഷ്യൻ്റെ ജീവൻ അമൂല്യമാണ്, അത് രാഷ്ട്രീയമല്ല, എന്ത് വിഷയത്തിൻ്റെ വായിൽ കൊല്ലപ്പെടാൻ വേണ്ടി പാടില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. കണക്ക് നിരത്തണോ വേണ്ടിയോ? ഇടതുപക്ഷം വന്നതിന് ശേഷം, ഇടതുപക്ഷത്തിന് മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിൽ കൂടുതൽ CPIM ആണ് എന്നുള്ള കണക്ക് നമ്മൾ ഒരുപാട് ചാനൽ ചർച്ചകളിൽ അവതരിപ്പിച്ചു. അത് കേൾക്കുന്നവർക്ക് ഏറെക്കുറെ അറിയാം, ശ്രീ വേണുവിനും അറിയാം, രാജേഷിനും അറിയാം, എല്ലാവർക്കും അറിയാം. കണക്കിൽ നിരത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കി, കേരളത്തിൽ പ്രകോപനം സൃഷ്ടിച്ച് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം BJPയുടെ ഒരു വിഭാഗം നടത്തുന്നുണ്ട്. പക്ഷെ ഒരു വിഭാഗത്തിന് കൃത്യമായിട്ട് അറിയാം, ഈ സർക്കാരിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നോറ്റുണ്ടായ ഒരു MLA ആണ് കോൺഗ്രസ്സുകാരെ സഹായത്താൽ നിയമത്തുള്ളത്. ഇനി ഒരു MLA പോലും ഉണ്ടാകില്ല എന്നറിയാം. അതുകൊണ്ട് BJPയിൽ തന്നെ ഇതിൽ 2 അഭിപ്രായമുള്ളത്. അതുകൊണ്ടാണല്ലോ രാജ്നാഥ് സിംഗ് ഒരു അഭിപ്രായം പറയുക, സ്മൃതി ഇറാനി വേറെ അഭിപ്രായം പറയാം. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി നടത്തിയ സമാധാന ചർച്ചയുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിനെക്കുറിച്ച് നിലപാടെടുക്കുമ്പോൾ ഇപ്പുറത്ത് ഈ ഗവൺമെൻറ്റിനെതിരെ പരസ്യമായി പറയുന്നു. പാർലമെൻറ്റിൽ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെടുന്നു. വേണു, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുമ്പോൾ രാജേഷ് സിംഗിന് മറുപടിയൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ ചോദ്യം, 2 മാസത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കൂ. ബലാത്സംഗം 803, കൊലപാതകം 723, കവർച്ച 703, കിഡ്നാപ്പിംഗ് 2018. ഒരു വാർഡിൽ മിനിമം ഒരു ബലാത്സംഗം ഈ 2 മാസത്തിനിടെ നടന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവർ എന്ത് ചെയ്യണം? ഇനി ഗുജറാത്തിലേക്ക് പോകണോ? സംവരണത്തിന്റെ ഭാഗമായി സമരം ചെയ്തെടുത്ത് ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്ത ജനാധിപത്യ വിരുദ്ധ ലോകത്ത് ഇന്റർനെറ്റ് ഒരു സമരത്തെ പേടിച്ച് ഡിസ്കണക്ട് ചെയ്ത ഒരു സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ മോഡിജിയുടെ ഗുജറാത്താണ്. നിങ്ങൾ മധ്യപ്രദേശിലേക്ക് പോകൂ. കർഷകർ ഇറക്കുമതി നയം കാരണം പൊറുതിമുട്ടി നടത്തിയ പ്രക്ഷോഭത്തിന് നേരെ വെടിവെച്ച് കർഷകരെ കൊന്ന ഒരു സംസ്ഥാനം മധ്യപ്രദേശ്. നിങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് പോകൂ, ഏറ്റവും അധികം സ്ത്രീപീഡനം നടക്കുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നന്നായി കാര്യങ്ങൾ പഠിക്കുന്നവർക്കറിയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൃത്യമായ
രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതാണ് രജീബ് സർദേശായി ചൂണ്ടിക്കാട്ടിയത്. രജീബ് സർദേശായിയെ കുറിച്ച് മറ്റൊരു അഭിപ്രായം വേറെ ആർക്കും ഉണ്ടാവില്ല, ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ളത്. അദ്ദേഹം അതിന്റെ കൃത്യമായ കണക്ക് അവതരിപ്പിച്ചു. കണക്ക് ഇതിൽ വേണ്ട എന്ന് തോന്നുന്നത് കൊണ്ട് ഞാനതിൽ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നിട്ട് ഇവർ പറയുന്നു ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ നിങ്ങളുടെ മുൻ സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പറഞ്ഞത് ഒരു രാഷ്ട്രീയ കൊലപാതകവും ഉണ്ടായിട്ടില്ല എന്നാണ്. ആ ഘട്ടത്തിൽ തന്നെ അത് മാധ്യമപ്രവർത്തകർക്കടക്കം അത്ഭുതമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഇന്നിപ്പോൾ CPM പറയുന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 27 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ മാത്രം 12 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. ഇതിൻ്റെ മറുവശത്ത് എല്ലാ ഘട്ടത്തിലും BJP RSS പ്രവർത്തകരായിരുന്നുവെന്നും പറയുന്നു കോടിയേരി. ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം 17 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു എന്നാണ് കോടിയേരി പറയുന്നത്. BJP-ക്കാർ പറയുന്നു 13 RSS BJP പ്രവർത്തകർ ഇതേ കാലത്ത് അവരുടെ ഭാഗത്തു നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബലിദാനികളായിട്ടുണ്ട് എന്ന്. പക്ഷെ അന്നൊന്നും ഉണ്ടാകാത്ത, എന്ന് വെച്ചാൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും RSS ഈ BJP നേതൃത്വങ്ങൾ ഒരിക്കൽ പോലും പറയാത്ത ഈ രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്ന ആവശ്യം ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നു? അതും BJP അല്ല, RSS എന്തുകൊണ്ട് അത് മുന്നോട്ട് വയ്ക്കുന്നു? ശ്രീ ജോസഫ് വാഴക്കൻ. അല്ല, ഇതിനകത്ത് ഈ BJP-യും CPM ഈ കേരളത്തിൽ നടത്തുന്ന ഒരു ചക്കളത്തി പോരാട്ടമാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഇത് വലിയ രാഷ്ട്രീയ മത്സരമാണ്, രാഷ്ട്രീയ പോരാട്ടമാണ്. ഇതൊക്കെ ഒരു ചക്കളത്തി പോരാട്ടമാണ്. പിണറായി വിജയൻ ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യമില്ലാത്തയാളാണ്. എപ്പോഴദ്ദേഹത്തെ കണ്ടാലും അദ്ദേഹമുള്ള വേദികളിൽ പോയാൽ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയും അദ്ദേഹത്തെ സ്തുതിച്ച് പറയുകയും ചെയ്യുന്ന സ്വഭാവമാണ് കാണുന്നത്. ഇവിടെ ഗവർണറെ വിളിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിർത്താനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പോയിരുന്നതാണ്. പിറ്റേന്ന് പത്രക്കാരോട് കടക്കൂ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSS-ഉമായി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നത് പുറം ലോകം കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രതയിലാണ്. ഇവിടെ RSS-ൻ്റെ ഏതോ ഒരു നേതാവ് അവിടെ നിന്ന് ഇവിടെ രാഷ്ട്രപതി ഭരണം വേണമെന്ന് പറയുന്നതൊന്നും ഞാനൊരു ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല. അതൊന്നും ഈ രാജ്യത്ത് നടക്കാനും പോകുന്നതല്ല. പിന്നെ ഇവിടെ മുഹമ്മദ് റിയാസ് ഇവിടെ ഏതോ നമ്മുടെ നേമത്ത് കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് ഒരു MLA ഉണ്ടായത് BJP-ക്ക് എന്നതിന് ഭംഗ്യന്തരണം ഒന്ന് സംസാരിച്ചല്ലോ. ഇവിടെ BJP-യും കോൺഗ്രസും CPM-ഉം ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള പല സ്ഥലത്തും നിങ്ങൾ 3ാം സ്ഥാനത്താണ് നിന്നിട്ടുള്ളത്. ആ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഒരു രാഷ്ട്രപതി ഭരണം ഇതിപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJP-യുടെയും അണികൾ തമ്മിലുള്ള മത്സരമൊന്നുമല്ല നടക്കുന്നത്. ഇത് ക്രിമിനൽസാണ്. ക്രിമിനലുകളെ രണ്ട് കൂട്ടരും പോറ്റി വളർത്തുകയാണ്. ഈ ക്രിമിനലുകൾ അതാത് സമയത്ത് അവരുടെ പ്രവർത്തികൾ നിർവഹിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കൂട്ടർക്ക് ഇവരെ ആരും തള്ളിപ്പറയാൻ കഴിയാറുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് രണ്ടുപേരുടെയും രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഈ സംഘടനകൾ ഗുണം ചെയ്യുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് രണ്ടുപേർക്കുമുള്ളത്. ഒരു കൂട്ടർ ഭൂരിപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു, മറ്റുള്ളവർ ഇതാ BJP-യിൽ നിന്ന് ഞങ്ങൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരുടെ ഒന്നും ഒരു സംരക്ഷണവും ആവശ്യമില്ലാതെ ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ജീവിച്ചുകൊള്ളും. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇല്ലാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്കും ഒരേപോലെയുള്ള ഉത്തരവാദിത്തമാണ്. ഇവിടെ അക്രമം നടത്തുന്ന കാര്യത്തിൽ CPM ആണ്. CPM മോശമാണോ? കേരളത്തിലെ ഈ തിരുവനന്തപുരത്തെ സംഭവത്തിന് തുടക്കം തന്നെ ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങിയതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ സമാധാനപരമായി പ്രവർത്തിക്കാൻ മറ്റ് സംഘടനകളെ ഈ SFI എന്ന് പറയുന്ന ക്രിമിനൽ കൂട്ടം അവർ സഹായിക്കുമോ? എവിടെയെങ്കിലും അതിനുവേണ്ടി അവർ അനുവദിക്കാറുണ്ടോ? ഒരു സ്ഥലത്തും അനുവദിക്കാറില്ല. എനിക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി നടന്നിട്ടുള്ള ഓരോ ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അവരവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് ABVP-യോ ക്യാമ്പസ് ഫ്രണ്ടിനെയോ അങ്ങനെയുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്കൊന്നും എതിരായിട്ട് ഇവരൊന്നും സംസാരിക്കത്തില്ല. ഇവർ സംസാരിക്കുന്ന സമാധാനപരമായി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന KSU ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തെ അതാത് സ്ഥലത്ത് പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കാതെയാണ്. ഇന്നലെയൊക്കെ KSU-വിൻ്റെ ജില്ലാ പ്രസിഡൻ്റെയൊക്കെ കോട്ടയത്ത് ഞാനിന്ന് കണ്ടിട്ട് വരികയാണ്. ഇന്നലെ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പാണ്. അവിടെ SFI ജയിക്കും, പക്ഷേ KSU-വിൻ്റെ ആളുകൾ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ആ ജില്ലാ പ്രസിഡന്റ് അതിഭീകരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. അയാളുടെ തല ഇന്ന് ഇപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്.